കാണുന്ന വഷളച്ചീരയാണ് കറി വെക്കാൻ പോകുന്നത്. മലബാർ സ്പാനിഷ് എന്നറിയപ്പെടും, പപ്പടച്ചീര, സുന്ദരിച്ചീര എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. നമുക്കിത് ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ ചീരയിൽ ധാരാളമായിട്ട് വിറ്റാമിൻ എ, സി, കാൽസ്യം, ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി ഇവയൊക്കെ അരിഞ്ഞെടുക്കാം. നമുക്കൊരു മൺചട്ടി അടുപ്പിലിട്ട് വെച്ച് കൊടുക്കാം. ഇലക്കറികളൊക്കെ പച്ച വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ച് ടേസ്റ്റും ആരോഗ്യവും നമുക്ക് നൽകുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. കുറച്ച് മൈസൂർ പരിപ്പിട്ട് കൊടുക്കാം. കുറച്ച് ചെറുപയർ പരിപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, ഒരു മുഴുത്ത സവോള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഈ സവോളയെല്ലാം ഒരു ലൈറ്റ് ഗോൾഡ് കളറാവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഇല ഇട്ട് കൊടുക്കാം. നമുക്ക് ചീരനെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഇലയൊക്കെ കുഞ്ഞായിട്ട് ഉള്ളിയൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചീരയില ഇതിലോട്ടിട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഇളക്കി ഇതിനെ വഴറ്റി എടുക്കാം. ഇത്തിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ വഷളച്ചീരയുടെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ അരച്ചിട്ട് ഇതിൻ്റെ ഇല അരച്ച് തേച്ച് കൊടുത്താൽ പൊള്ളലിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ ഇത് അരച്ചിട്ടിട്ടുണ്ടെങ്കിൽ മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കും. വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും. ഇരുമ്പ് സത്തിൻ്റെ അംശം ധാരാളമായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ ചീര കഴിക്കുന്നതിലൂടെ നമ്മൾ സഹായിക്കും. ഈ ചീരയിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് മലബന്ധം പോലുള്ള അസുഖമുള്ളവർ ഈ ചീര കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് നല്ലപോലെ പുറത്തേക്ക് പോകാൻ